താങ്ക് യു മോളെ, താങ്ക് യു മോളിക്കുട്ടി. നിങ്ങളുണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ മോള്. മാഡം, ഒരു കാര്യം, ബോധം വരുമ്പോഴേ അവളിന്ന് പറഞ്ഞു മനസ്സിലാക്കണം. കൃഷ്ണയെ ദ്രോഹിക്കാൻ വേണ്ടി ഇനി അവള് അങ്ങോട്ട് വരരുത്. മാഡത്തിനും ഗാഥയ്ക്കും വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ കൃഷ്ണ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പോലും ഇനിയും കൃഷ്ണ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലേ ഞങ്ങളത് സഹിക്കില്ല. കൃഷ്ണ, നമുക്ക് പോവാം. സിനി ഒന്ന് മോളുടെ കൂടെ ഇരുന്ന്. ശരി മാം. കൃഷ്ണ, അവൾ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കാം. നീ എന്നോട് കാണിച്ച ആത്മാർത്ഥത വേറെ ഒരാളും എന്നോട് ചെയ്തിട്ടില്ല. താങ്ക്സ് മോളെ. നിന്നോട് എനിക്ക് തോന്നിയ സ്നേഹം ഓരോ നിമിഷവും കൂടി കൂടി വരിക. വേണ്ട മാഡം, മാഡത്തിന്റെ സ്നേഹം ആത്മാർത്ഥാണെന്ന് ഞാൻ കരുതി. അതല്ല എന്ന് ഇവരൊക്കെ പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ എന്നെ ചതിച്ച് മറ്റൊരാളുടെ ഭാര്യയാകാൻ നിർബന്ധിച്ചപ്പോ മാഡം കാണിച്ചത് കാപട്യാണെന്ന് എനിക്ക് മനസ്സിലായി. മോളെ, ഞാൻ നിനക്ക് ഒരിക്കലും ദോഷം വരാനായിട്ട് ചിന്തിച്ചിട്ടില്ല. ശ്രീനിവാസ് നിനക്ക് വേണ്ടി കണ്ടെത്തിയത് ഒരു നല്ല പയ്യനെയാണെന്ന് മനസ്സിലാക്കിയപ്പോ നിനക്കൊരു നല്ല ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി തന്നെയാണ് ഞാൻ അതിന് ശ്രമിച്ചത്. ഓഹോ, ഇനി ആ ന്യായം പറഞ്ഞാൽ മതിയല്ലോ അല്ലേ മാഡം? മോളിക്കുട്ടി, ഞാനത് സത്യസന്ധമായിട്ട് തന്നെയാണ് ചെയ്തത്. അല്ലാതെ കൃഷ്ണമോളെ ചതിക്കണം ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല. മാഡം, എന്റെ വിവാഹം കഴിഞ്ഞതാ. എന്റെ കഴുത്തില് ഒരാള് താലി കെട്ടിയതോ. അയാളോടൊപ്പം ഒന്നിച്ച് ജീവിച്ചാലും ഇല്ലെങ്കിലും എനിക്കിനി മറ്റൊരു വിവാഹമൊന്നുമില്ല. മോളെ, ഗാന്ധിയും നവീനും ഒന്നിച്ച് ജീവിച്ചോട്ടെ, അതിലെനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ എന്റെ ജീവിതത്തിലെ തീരുമാനം ഞാൻ പറഞ്ഞത്. മോളെ, നീ അങ്ങനെ ചിന്തിക്കരുത്. നിനക്കൊരു ജീവിതം ഉണ്ടായേ പറ്റൂ. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം. പല തവണ ഞാൻ നിനക്ക് പണം തരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ നീ അത് നിഷേധിച്ചിട്ടുമുണ്ട്. നോക്ക്, ഇപ്പൊ ഞാനൊരു 10 ലക്ഷം രൂപയുടെ ചെക്ക് നിനക്ക് എഴുതി തരാം. ദയവ് ചെയ്ത് നീ അത് നിഷേധിക്കരുത്. എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാ നീ അത് വാങ്ങണം. കൃഷ്ണേ, നമുക്ക് പോവാം മോളിക്കുട്ടി. കൃഷ്ണേ, മുമ്പ് പലപ്പോഴും അവർ തന്ന പണം നീ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്പൊ നമുക്ക് പണത്തിന് അത്യാവശ്യമാണ്. മോളിക്കുട്ടി, അത് അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കിയല്ലേ പറ്റൂ. ഇപ്പോ സിത്താര മാഡം തരുന്ന പണം വാങ്ങണം. അച്ഛനെ ഇറക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചു കൊടുക്കാലോ.